നമസ്കാരം. ഇപ്പോൾ നടക്കുന്ന യുദ്ധം, ഇപ്പോൾ നടക്കുന്ന ലോകക്രമത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് ഏതൊരു യുദ്ധവും അങ്ങനെ തന്നെയാണ്. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം ഈ ലോകഗതിക്ക് മാറ്റമുണ്ടാക്കി. ഭൂമി കറങ്ങുന്നതിൻ്റെ സ്പീഡ് കൂടിയോ കുറഞ്ഞോ എന്നല്ല പറയുന്നത്. സൂര്യൻ കിഴക്ക് തന്നെ ഉദിക്കുന്നത്. പക്ഷേ ഇവിടെ മനുഷ്യന്മാർ കെട്ടിപ്പൊക്കിയ പല കാര്യങ്ങളുടെയും ക്രമങ്ങൾ അവർ വിചാരിക്കാത്ത രീതിയിൽ മാറിപ്പോയി എന്ന സാഹചര്യം. ഇപ്പോൾ വീണ്ടും ഇറാൻ ഇസ്രായേൽ അമേരിക്കൻ യുദ്ധം അത് വീണ്ടും ലോകഗതിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ അവരുടെ ആഭ്യന്തര ലഹളകൾ നടന്നു വന്നിരുന്നു. അവിടെയുള്ള പരമോന്നത നേതാവിനെതിരെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ രംഗത്ത് വന്നിരുന്നു. ഇന്നിപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മാറിയ കാഴ്ചയാണ് കാണുന്നത്. കാരണം എന്താണ്? അവരുടെ പൊതുശത്രുവാണ് അപ്പുറത്ത് നിൽക്കുന്നത്, അമേരിക്കയും ഇസ്രായേലും. അത് അവരുടെ ഇറാൻ്റെ ക്രമത്തെ തന്നെ മാറ്റി എന്നർത്ഥം, അവരുടെ മാനസിക നിലയെ മാറ്റി എന്നർത്ഥം. ഇന്നിപ്പോൾ ഇറാൻ്റെ പേരിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് സത്യം. അത് മാത്രമല്ല, നാറ്റോ സഖ്യം പോലെ അവിടെ തൊട്ടാൽ ഇവിടെ ഇളകും, ഇവിടെ തൊട്ടാൽ അവിടെ ഇളകും. അങ്ങനെ കൂട്ടുചേർന്നിട്ടുള്ളൊരു ഗുണ്ടായിസം. നാട്ടിലെ ഗുണ്ടകൾ മുഴുവൻ ഒറ്റക്കെട്ട്. ബാക്കി എല്ലാവരും വേണ്ടത്ര ഉണ്ടെങ്കിലും ഒറ്റക്കെട്ടല്ല, ഒറ്റയായിട്ട് നടക്കുന്നു. അഴിച്ചിട്ട ചൂലിൻ്റെ ഈർക്കിലികൾ പോലെ. അതിൻ്റെ ഒരു കൂട്ടുകെട്ടിൻ്റെ അഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ യുദ്ധം സഹായകരമായി എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോൾ പശ്ചിമേഷ്യയാണ് ലക്ഷ്യം. പശ്ചിമേഷ്യ കഴിഞ്ഞാലോ ഞങ്ങൾ ക്യൂബ പിടിച്ചടക്കും, അത് കഴിഞ്ഞാലോ ഞങ്ങൾ ഐസ്ലാൻഡ് പിടിച്ചടക്കും, അത് കഴിഞ്ഞാലോ ഞങ്ങൾ കാനഡ പിടിച്ചടക്കും, അത് കഴിഞ്ഞാലോ പാകിസ്ഥാൻ, അത് കഴിഞ്ഞാലോ അതിൻ്റെ അപ്രത്യേക രാജ്യം. ആയതുകൊണ്ട് തന്നെ അമേരിക്ക എന്തിനുള്ള പുറപ്പാടാണെന്നറിയില്ല. ഇറാനിന് കീഴടങ്ങിയെന്നിരിക്കട്ടെ, ഇറാനെ ഇനി തോൽപ്പിച്ചു എന്നിരിക്കട്ടെ, അതുകൊണ്ട് യുദ്ധം അവസാനിക്കൂ. യുദ്ധക്കൊതിയന്മാർ ഒരിക്കൽ യുദ്ധം നടത്തിയ രാജ്യം പിന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കില്ല. ആയതുകൊണ്ട് തന്നെ അതെല്ലാം മുൻകൂറായിട്ട് കണ്ടുകൊണ്ട് റഷ്യ, ചൈന, ഇറാൻ, നോർത്ത് കൊറിയ ഇതിൻ്റെ ഒരു സഖ്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ചൈന സി, റഷ്യ ആർ, ഇറാൻ ഐ, പിന്നെ NK നോർത്ത് കൊറിയ. അതാണ് ക്രിങ്ക്, CRINK, ക്രിങ്ക്. ഒരു സഖ്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ആ സഖ്യം ഇന്ന് ഭയപ്പെടുത്തുന്നത് അമേരിക്കയെയാണ് ഭയപ്പെടുത്തുന്നത്. കാരണം അവരുടെ ഫർദറായിട്ടുള്ള നീക്കങ്ങൾക്ക് ഇനി ഇടമില്ലെന്ന് അവർ മനസ്സിലാക്കി. ഇനി ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ആരെയാണ്? റഷ്യയെയും ചൈനയെയും ഇറാനെയും കൊറിയയുമാണ്. അതിനു വേണ്ടിയിട്ടാണ് നാറ്റോ രൂപത്തിലെ ക്രിങ്ക് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉള്ള പാശ്ചാത്യ ആധിപത്യം അതിവിടേക്ക് ഭാവിയിലേക്ക് വരുമോ വരില്ലേ എന്നുള്ളതല്ല. അവരുടെ ആധിപത്യം അവിടെ തുടർന്നാലും അത് ലോകക്രമത്തെ മാറ്റുകയാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ യുദ്ധമുണ്ടായി, ഹോർമുസ് കടലിടുക്ക് അടച്ചു, നമുക്ക് പ്രശ്നമുണ്ടല്ലോ. എണ്ണ വേണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ മോട്ടോർ വെഹിക്കിളുണ്ട്, കാറുണ്ട്, ഓടിക്കണമെങ്കിൽ ഇപ്പോൾ അമേരിക്ക അവരുടെ കൺസെൻറ്റ് വേണം എന്നുള്ള ഗതികേടിലെത്തി നിൽക്കുകയല്ലേ കാര്യങ്ങൾ. അതുകൊണ്ട് എല്ലാവർക്കും അത് പ്രശ്നമായിട്ട് എടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പച്ചക്കറി വിഭവങ്ങൾ ചീഞ്ഞു നാറുകയാണ്. ഇന്ത്യയിൽ തന്നെ A ക്ലാസ് പച്ചക്കറി വിഭവങ്ങൾ ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കേണ്ട ഗതികേട് വരികയാണ്. ഡോളർ വിലയിൽ കണക്ക് കൂട്ടിയിരുന്ന പല കാര്യങ്ങളും ഇതിപ്പോൾ ആഭ്യന്തര നാണയത്തിന് കണക്ക് കൂട്ടി വിൽക്കേണ്ടുന്ന ഗതികളിലെത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പച്ചക്കറി വിഭവങ്ങൾ ചീഞ്ഞു പോകും. ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗോമാംസം കയറ്റി അയക്കുന്നത്. അത് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുമോ? ഒരു പരിധിക്ക് വിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുമോ?
ഡീപ് ഫ്രീസറിലേക്കും പറ്റും. പക്ഷെ വീണ്ടും പശുക്കളുണ്ടാവുക, വീണ്ടും പശുക്കളെ ഇറക്കണം, ആ ഇറച്ചിയോ. അപ്പം ആയതുകൊണ്ട് തന്നെ ഒരു വിധത്തിലെയും മറ്റൊരു വിധത്തിൽ മറ്റുള്ള രാഷ്ട്രങ്ങളെ പോലും അത് വലിയ രൂപത്തിൽ ബാധിക്കുകയാണ്. അവിടെ യുദ്ധം ഉണ്ടായാലും ഇവിടെ ബാധിക്കുന്നു, ഇവിടെ യുദ്ധം ഉണ്ടായാലും അവിടെ ബാധിക്കുന്നു. ഇതെല്ലാം നേരത്തെ കണ്ടുകൊണ്ട് പാശ്ചാത്യ ആധിപത്യം, ക്രിസ്ത്യാനികളുടെ ആധിപത്യം ഈ ഏഷ്യൻ രാജ്യങ്ങളെ കടന്നു വരാതിരിക്കാൻ, അവരുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ ഇപ്പോൾ ചൈന, റഷ്യ, ഇറാൻ, വടക്കൻ കൊറിയ എന്ന രാജ്യങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു അനൗദ്യോഗിക സഖ്യമാണ്. സഖ്യം നിലവിൽ വന്നിട്ടുണ്ട്. അതിന് ഔദ്യോഗിക സഖ്യമാകും. അതാണ് ക്രിങ് ആക്സിസ്. അച്ചുതണ്ട്, ക്രിങ് അച്ചുതണ്ട്. ചൈന, റഷ്യ, ഇറാൻ, നോർത്ത് കൊറിയ അതവിടെ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. 2023 അവസാനത്തോടെ ഹാലിഫാക്സ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൻ്റെ പ്രസിഡന്റ് പീറ്റർ വാൻ പ്രാഗാണ് ഈ പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത്. ക്രിങ് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇന്നിപ്പോൾ ലോകമെമ്പാടും പരസ്യമായി കഴിഞ്ഞിട്ടുള്ളൊരു പദമുണ്ട്. ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു മലയാളി അവിടുത്തെ പ്രസംഗത്തിൽ ഉപയോഗിച്ചൊരു പദം. ഞാനിവിടെ കട്ടിലുമ്പ് കിടന്നിങ്ങനെ ആലോചിക്കുക, എൻ്റെ ദൈവം അവർ ആരെങ്കിലും അറിയുന്നുണ്ട് ഈ പദം, ഇതിൻ്റെ ഉപജ്ഞാതാവ് ദേ ഇവിടെ തമിഴ്നാട്ടിലൊരു ചെറിയൊരു വീട്ടിലത് കിടന്നുറങ്ങുകയാണെന്ന്. ക്രിസംഗി എന്ന പദം അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷെ അതിനൊന്നൊരു പാറ്റന്റ് സംവിധാനം ഉണ്ടെങ്കിൽ അപ്പോൾ കോടീശ്വരനായാനെ. അതെന്തോട്ടെ, ഏതായാലും ക്രിങ് എന്ന പദം ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത് പീറ്റർ വാൻ പ്രാഗ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഹാലിഫാക്സ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൻ്റെ പ്രസിഡന്റാണ്. മുൻകാലങ്ങളിൽ ഈ രാജ്യങ്ങൾ വിഭിന്നമായ താല്പര്യങ്ങളോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യം, ഇറാൻ ഇറാൻ്റെ താല്പര്യം, പാകിസ്ഥാന് പാകിസ്ഥാൻ്റെ താല്പര്യം. അവരവർക്ക് അവരവരുടെ താല്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കൂട്ടമായിട്ടൊരു അഗ്രമായിട്ടുള്ളൊരു താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവരനുഭവിച്ചിട്ടുമുണ്ട്. വിഭിന്നമായിട്ടുള്ള താല്പര്യങ്ങളോട്, അതായത് ഒരു രഥം, 4 കുതിരകൾ പൂട്ടിയ രഥം. പക്ഷെ ആ കുതിരകളെ പൂട്ടിയിട്ട് എങ്ങനെയെന്ന് അറിയാമോ? ഒരെണ്ണം രഥത്തിൻ്റെ മുമ്പിൽ, ഒരെണ്ണം രഥത്തിൻ്റെ പുറകിൽ, ഒരെണ്ണം രഥത്തിൻ്റെ ഇടതുവശത്ത്, ഒരെണ്ണം രഥത്തിൻ്റെ വലതുവശത്ത്. ഈ രഥം എങ്ങോട്ട് പോകും? ഈ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആയതുകൊണ്ട് തന്നെ എല്ലാ കുതിരകളിലും മുമ്പിൽ കെട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് ക്രിങ് ആക്സിസ് എന്ന് പറയുന്നത്. ഇന്ന് അമേരിക്ക എന്ന പൊതുശത്രുവിനെ നേരിടാൻ ഇവര് ഒറ്റ കുടക്കീഴിൽ അണിനിരക്കുന്നു. ക്രിങ് ആക്സിസ് എന്ന പേരിൽ ഒറ്റ കുടക്കീഴിൽ അണിനിരക്കാൻ പോവുകയാണ്. ഇത് അമേരിക്കയ്ക്ക് അതൊരു ദുസ്വപ്നമായിട്ട് മാറുന്നുള്ള യാതൊരു സംശയവുമില്ല. പശ്ചിമേഷ്യ വരെയുള്ള അവരുടെ കടന്നുവരവ്, അതിപ്പോൾ ഇറാഖിൽ നിന്ന്, ഖത്തറിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ് ക്വിറ്റ് അറേബ്യൻ കൺട്രീസ് നിന്ന് കടന്നു പുറത്തു പോകാൻ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയോട്. ഞങ്ങളുടെ സങ്കേതത്തിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സങ്കേതം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അവർ അർത്ഥമുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ, അറേബ്യൻ കൺട്രീസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയുടെ പ്രശ്നം നമ്മളുടെ പ്രശ്നമാണെന്ന് ഇവിടെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ അഥവാ അറേബ്യൻ രാഷ്ട്രങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാക്കുന്നത് മതപരമായിട്ടുള്ള ത്രെഡും കൂടി അതിനകത്തുണ്ട്, ക്രിസ്ത്യൻ ത്രെഡ് അതിനകത്തുണ്ട്. അമേരിക്കക്കാരുടെ സുരക്ഷിതമായി ടി വിയിൽ കണ്ട് രസിക്കുകയാണ്. കഷ്ടത അനുഭവിക്കുന്നത് നമ്മളാണ്, ഉണ്ടാക്കുന്ന അമേരിക്കക്കാരാണ്. ഉണ്ടാക്കുന്നത് ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നുകൊണ്ടാണ് ഏഷ്യൻ രാഷ്ട്രങ്ങളിലേക്ക് ബോംബിടുന്നത്. നിങ്ങൾ വാഷിങ്ടണിൽ നിന്ന് ബോംബിട്, ന്യൂയോർക്കിൽ നിന്ന് ബോംബിട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അറേബ്യൻ കൺട്രീസ്. അങ്ങനെ വരുന്ന സമയത്തിന് അമേരിക്കയുടെ താവളം അമേരിക്ക മാത്രമായിട്ട് തീരും. അവിടെ ഒതുങ്ങുമെന്നർത്ഥം. ഒരു കാലഘട്ടത്തിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഇപ്പം ഇത്രയും മാത്രമായിട്ട് മാറിയില്ലേ അവിടെ? എല്ലാവിധത്തിലും ഉക്കിലൊടുക്കും, എല്ലാവരും വൃത്തികേടും. ഇന്നിപ്പോൾ ആരെയും ലണ്ടനിൽ പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല, ചളമായിട്ടുള്ള സ്ഥലമായി മാറിക്കഴിഞ്ഞു. ആ അവസ്ഥ വരും വാസ്തവത്തിൽ അമേരിക്കയ്ക്ക്. ഈ പറയുന്ന സന്നിവേശനങ്ങൾ, ഈ പറയുന്ന അധിനിവേശനങ്ങൾ, അതിലൂടെ അവർ കട്ടെടുത്തുണ്ടാക്കുന്ന സ്വത്തല്ലാതെ എന്താ അമേരിക്കയ്ക്കുള്ളത്? അതങ്ങോട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ അമേരിക്കക്കാർ പിച്ചത്തെണ്ടും. നമ്മുടെ കേരളത്തിൽ മാതൃഭൂമി പത്രത്തിലും മനോരമ പത്രത്തിലേക്കും ജോലി ചെയ്യാൻ വരുന്ന, അച്ചു നിരത്താൻ വരുന്നൊക്കെ ഇനി അമേരിക്കക്കാരായിരിക്കും അർത്ഥം. നമ്മളുടെ സ്ഥാപനങ്ങളിൽ, ലുലു പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ, ആ സ്ഥാപനങ്ങളിലേക്ക് സെയിൽസ് ഗേൾസൊക്കെ ആയിട്ട് വരുന്നത് ഇനി അമേരിക്കൻ പെണ്ണുങ്ങളായിരിക്കും. ജോലി വേണ്ടേ, ജീവിക്കണ്ടേ, ജീവനം വേണ്ടേ, അതിജീവനം വേണ്ടേ? അമേരിക്കയിൽ എന്ത് തേങ്ങാക്കൊല അവിടെ ഇരിക്കുന്നത്?
ആയുധം ഉണ്ടാക്കലോ. അപ്പം ഏതായാലും ഇന്നിപ്പോൾ അമേരിക്ക എന്ന പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒറ്റ കൊടക്കയിൽ രഥത്തിൻ്റെ മുൻപിൽ തന്നെയാണ് 4 കുതിരകളെയും കെട്ടാൻ പോകുന്നത്. ഈ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ സൈനിക സഹകരണമാണ്. ഈ വടക്കൻ കൊറിയ ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാലും ഇത്രയും വലുതാണ് അവരുടെ സൈനിക ശേഷി. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഇറാൻ തങ്ങളുടെ അത്യാധുനിക ഡ്രോണുകൾ നൽകിയപ്പോൾ വടക്കൻ കൊറിയ ദശലക്ഷക്കണക്കിന് വെടിക്കോപ്പുകളും മിസൈലുകളുമാണ് കൈമാറിയത്. ചൈന നേരിട്ട് ആയുധങ്ങൾ നൽകുന്നില്ലെങ്കിലും റഷ്യയുടെ പ്രതിരോധ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അവരുടെ ഇന്നത്തെ ഡിജിറ്റൽ സൗകര്യങ്ങൾ, മൈക്രോ ചിപ്പുകൾ, അവർ കണ്ടെത്തിയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ വലിയ രൂപത്തിൽ അവർക്കും നൽകിയിട്ടുണ്ട്. ആ രാജ്യത്തെ അങ്ങനെ തകരാതെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആയുധങ്ങൾ, അധുനാധുന സാങ്കേതിക വിദ്യകൾ ഇതെല്ലാം പരസ്പരമായിട്ട് കൈമാറുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക മുൻതൂക്കത്തെ മറികടക്കാൻ ഇന്നിപ്പോൾ റഷ്യയ്ക്കും ഇറാനും ചൈനയ്ക്കും വടക്കൻ കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. സാമ്പത്തിക രംഗത്തും ഈ ക്രിങ്ക് അച്ചുതണ്ട് സഖ്യം അമേരിക്കയ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ, അവർ ചെയ്യുന്ന സാങ്ഷൻസ്, പരസ്പര സഹായത്തിലൂടെ ഈ രാജ്യം മറികടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര കാലമായി ഇറാന് വായുവില്ല, വെള്ളമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. എന്നിട്ടും ഇറാൻ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അതിന് കാരണം ഇതാണ്, അനൗദ്യോഗികമായിട്ടുള്ള ആക്സിസ് അച്ചുതണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, ക്രിങ്ക് അച്ചുതണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ഇന്നും തലയുയർത്തി നടക്കുന്നത്. അതുകൊണ്ടാണെന്ന് അർത്ഥം. റഷ്യയുടെ എണ്ണയും വാതകവും ചൈനയും ഇറാൻ വാങ്ങുന്നതിലൂടെ റഷ്യൻ സമ്പദ് വ്യവസ്ഥ ഒരു പ്രശ്നവുമില്ലാതെ എത്ര യുദ്ധം ഉണ്ടായിട്ട് പോലും തകരാതെ നിൽക്കുകയാണ്. അതുമാത്രമല്ല, വ്യാപാരത്തിന് വേണ്ടി അമേരിക്കൻ ഡോളറിന് പകരം സ്വന്തം കറൻസികൾ ഉപയോഗിക്കാൻ അവർ നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിൻ്റെ ആധിപത്യം ഇല്ലാതാക്കി മാറ്റും. ഇപ്പം എവിടെ ക്രയവിക്രയം നടന്നാലും അതിൻ്റെ ഗുണം ഡോളറിൻ്റെ പേരിൽ അമേരിക്കക്കാർക്കാണ് കിട്ടുന്നത്. അതുമില്ലാതാകാൻ വേണ്ടിയിട്ട് ഡോളറിന് ഇപ്പം തന്നെ ജപ്പാൻ്റെ യെൻ അതിശക്തമാണ്, യെൻ അമേരിക്കയിലും ശക്തമാണ്. കൊച്ചു കൊച്ചു കടകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ല പറയുന്നത്. രാജ്യാന്തര വ്യവസ്ഥയിൽ ഡോളറിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ യെൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നർത്ഥം. പ്രധാനമായിട്ടും മോട്ടോർ വാഹന വിപണി, അതിലൂടെയാണ് യെൻ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ജപ്പാൻ്റെ. അമേരിക്കൻ സൈനിക ശ്രദ്ധ പലയിടങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ. അതാണിപ്പോൾ അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അവർക്കിപ്പോൾ കാനഡയായിട്ട് യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അവർക്ക് മെക്സിക്കോ ആയിട്ട് യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, വെനസ്വേലയായിട്ട് യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ആ കൂട്ടത്തിൽ ക്യൂബയായിട്ട് യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ അവർ ഇവിടെ മറ്റേ മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ അഥവാ പശ്ചിമേഷ്യയിൽ വന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ അവരുടെ സൈനിക ശ്രദ്ധ അങ്ങനെ വിഭജിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്കൊരു വെല്ലുവിളിയാണ്. കാരണം അവിടെയും പോയിട്ട് അവർ തോട്ടിക്കുറി വെച്ചു, ഇവിടെയും തോട്ടിക്കുറി വെച്ചു, ഇവിടെയും തോട്ടിക്കുറി വെച്ചു, അവിടെയും തോട്ടിക്കുറി വെച്ചു. ഇപ്പോൾ എല്ലാവരും കൂടി തിരിച്ചു തോട്ടിക്കുറി വെക്കാൻ തുടങ്ങി. ഹൂത്തികളുണ്ട്, അവരെല്ലാവരും ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല. യൂറോപ്പിൽ റഷ്യയെ പ്രതിരോധിക്കുമ്പോൾ തന്നെ ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ തടയേണ്ടി വരുന്നുണ്ട്. അത് വാഷിങ്ടണിന് വലിയൊരു ബാധ്യതയാണിപ്പോൾ. ഇതിനിടയിലാണ് പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ സ്വാധീനവും കൊറിയൻ ഉപദ്വീപിൽ വടക്കൻ കൊറിയയുടെ പ്രകോപനങ്ങളും അതെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ അമേരിക്കയ്ക്ക് ഒരേ സമയം 4-5 മുന്നണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു. അത്രത്തോളമൊന്നും വളർന്നിട്ടില്ല അമേരിക്ക. ഇത് അമേരിക്കയുടെ സൈനികവും നയതന്ത്രപരമായിട്ടുള്ള ശേഷികളെ വലിയ രൂപത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യങ്ങൾ. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്ത് ആഗോളതലത്തിൽ ആ പ്രശ്നങ്ങളെ ഒന്നിച്ചു ചേർത്ത് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒന്നിച്ചു ചേർന്ന് നിന്ന് കണ്ടുകൊണ്ട് അമേരിക്കയെ ഇവിടേക്ക് ഇടപെടാത്ത രീതിയിൽ, ഇപ്പോൾ എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ പണ്ട് ഞാൻ പറയാനല്ലോ, ഒരു മൈസേട്ടമ്മായി വന്നു പറഞ്ഞാൽ ഞാൻ ഇടപെടണമെന്ന് ചോദിച്ചു വരും, അവർ താറ് മാത്രമേ ഓടിക്കുള്ളൂ. ബ്രേസർ പോലും അടുത്ത സ്ത്രീ പണ്ടത്തെ അത് എനിക്ക് 4, 5, 6, 7 വയസ്സുള്ള സമയത്താരും ഭരിച്ചു പോയി. അന്ന് 100 വയസ്സുണ്ട്. അപ്പോൾ ആ പഴയ കാലത്ത് എന്ന് പറഞ്ഞ പോലെ അങ്ങനൊരു അമ്മായിയാണ് അമേരിക്ക. എവിടെ പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ ഇടപെടണോ? അപ്പോൾ ഇവർ പറയും ആവശ്യമില്ല കേട്ടോ എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് പ്രാദേശിക പ്രശ്നങ്ങളെ പ്രാദേശികമായിട്ട് തന്നെ അതിന് പരിഹാരം കണ്ടെത്തുക.
അങ്ങനെ ആഗോളതലത്തിൽ അമേരിക്കയെ നിങ്ങൾ നിങ്ങളുടെ കാര്യം അന്വേഷിച്ചാൽ മതി എന്ന രീതിയിൽ അതാണ് ക്രിങ്ക് സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രം. ജനാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള നാറ്റോ, NATO അതിന് കൃത്യമായിട്ട് സമാനമായിട്ടുള്ള സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുടെ ചേരിയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഇറാൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പിൻ്റെ പുറകിൽ ഈ ക്രിങ്ക് ആക്സസ് ആണ് എന്നുള്ളത് നമുക്ക് ഊഹിച്ചാലറിയാൻ കഴിയുമെന്ന് സാരം. വരും ദശകങ്ങളിൽ ലോകം വീണ്ടും രണ്ട് വലിയ ശാക്തിയ ചേരികളായിട്ട് മാറും. നാറ്റോ, ഇപ്പുറത്ത് ക്രിങ്ക്. അതിൻ്റെ സൂചനയാണ് കൊടുക്കുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്രിങ്ക് സഖ്യം അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എങ്കിലും അതിന് ചില പരിമിതികളുണ്ട്. പ്രധാനമായിട്ടും ഈ 4 രാജ്യങ്ങൾക്കുമിടയിൽ നാറ്റോ പോലുള്ളൊരു ഔദ്യോഗിക സൈനിക ഉടമ്പടിയോ പരസ്പര മറ്റുള്ള ഉടമ്പടികളോ മറ്റുള്ള കാര്യങ്ങളോ ഇപ്പോൾ നിലവിലില്ല. അനൗദ്യോഗികമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. മറിച്ച് അമേരിക്കൻ വിരുദ്ധത എന്ന താൽക്കാലിക താല്പര്യമാണ് ഇപ്പോൾ ക്രിങ്കിൻ്റെ അടിസ്ഥാനം. ചൈനയും റഷ്യയും തമ്മിൽ മധ്യേഷ്യയിലെ സ്വാധീനത്തെ പറ്റിയിട്ട് കാലാകാലങ്ങളായിട്ട് ചില തർക്കങ്ങളുണ്ട്. കൂടാതെ സാമ്പത്തികമായിട്ട് ലോകരാജ്യങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ചൈനയ്ക്ക് റഷ്യയെയോ ഇറാനെയോ പോലെ പൂർണ്ണമായും ഒറ്റപ്പെട്ടൊരു നിലപാട് സ്വീകരിക്കുന്നത് അത് സാധിക്കാത്തൊരു കാര്യമാണ്. ഓരോ രാജ്യത്തിൻ്റെയും പ്രാദേശിക താല്പര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർക്കിടയിൽ അധികാര വടംവലികൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിരുദ്ധത അതാണ് അവരുടെ ഇടയിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന, അവരെ കൂട്ടിക്കെട്ടുന്ന ചരട് അതാണ്. അമേരിക്ക അടങ്ങിക്കഴിഞ്ഞാൽ ക്രിങ്കിൻ്റെ ഗതി, ഈ ക്രിങ്കിൻ്റെ പ്രസക്തി ഇപ്പോഴത്തെ പോലെ തന്നെ അമേരിക്ക ഇല്ലാതായി മാറിക്കഴിഞ്ഞാൽ ക്രിങ്കിന് പ്രസക്തി ഇല്ലാതായി മാറുമോ? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. കാലം ഉത്തരം തരേണ്ടുന്ന ചോദ്യങ്ങളാണ്. ഏതായാലും ക്രിങ്ക് ആക്സിസ് ഏകദേശം നിലവിൽ വന്നു കഴിഞ്ഞു. നമസ്കാരം.